വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ലെൻസസ് എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് പാർട്ട് 6. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാതെ ഈ ക്ലാസ്സുകളൊന്നും കണ്ടിട്ട് കാര്യമില്ല. ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെയും രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ക്ലാസ് കാണാനായിട്ട്. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, കമൻറ്റായിട്ട് ചോദിക്കാം. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഇല്ലാത്തവർ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഞാൻ സമയം പോലെ നോട്ട്സ് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 2 ഉപകരണങ്ങളെ പറ്റിയിട്ടാണ്. ഒന്ന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും മറ്റൊന്ന് ടെലസ്കോപ്പും. ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവിടെ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ കൂടുതലും ആ ഫിഗർ തന്നിട്ട് ഇത് എന്ത് ഉപകരണമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. എങ്കിലും നമുക്കതിൻ്റെ വർക്കിംഗ് എന്ത് ചെയ്യാം, ഒന്ന് പ്രോപ്പറായിട്ട് പഠിക്കാം. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലാബുകളിലൊക്കെ ഈ പറയുന്ന ഉപകരണം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ ചെറിയ ഒബ്ജക്റ്റുകളുടെ മാഗ്നിഫൈ ചെയ്ത വലിയ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉണ്ട്, അതുപോലെ കോമ്പൗണ്ടും ഉണ്ട്. നമുക്ക് ആരെ പറ്റി പഠിച്ചാൽ മതി? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ വർക്കിങ്ങിനെ പറ്റി പഠിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഇമേജാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇതെന്താണ്, ഇത് മൈക്രോസ്കോപ്പാണോ അതോ ടെലസ്കോപ്പാണോ എന്നുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ രീതികളൊന്ന് നോക്കാം, എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കോ, എന്താണ് ഈ പറയുന്ന ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തുവാണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലേ. മൈക്രോ, വളരെ ചെറിയ ഒബ്ജക്റ്റുകളുടെ വലിയ ഇമേജ് കിട്ടണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ലെൻസ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലുതായിട്ട് കാണുമെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ച് നോക്കിയാൽ മതി, കാണാം. അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ നമുക്കിവിടെ 2 ലെൻസ് വേണം. എത്ര ലെൻസ് വേണം? 2 ലെൻസ് വേണം. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അല്ലേ. എത്ര ലെൻസ് വേണം? മിനിമം 2 ലെൻസ് വേണം. അപ്പോൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് 2 ലെൻസ് ഉണ്ട്. അതിലൊരിടത്ത് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഇതാണ് ചെറിയ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ അടുത്തായിട്ട് ഒരു ലെൻസിനെ കൊണ്ടുവന്ന് വയ്ക്കും. ആരെ കൊണ്ടുവന്ന് വയ്ക്കും? ഒരു ലെൻസിനെ കൊണ്ടുവന്ന് വയ്ക്കും. ഇത്രയും വലുത് വേണ്ട, ഒരു ചെറിയ ലെൻസിനെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് വിളിക്കും. ദാ ഈ അടുത്ത്, ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അടുത്ത് കാണുന്ന ലെൻസ്, നമ്മൾ അതിനാണ് എന്ത് വിളിക്കുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വയ്ക്കേണ്ടത്? ഇതൊരു കോൺവെക്സ് ലെൻസ് അല്ലേ. അപ്പോൾ അതിന് എന്തുണ്ടാവും? ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ടാവും എഫ്, അതുപോലെ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും 2f. നമ്മളെപ്പോഴും ഒബ്ജക്റ്റിനെ വയ്ക്കേണ്ടത് ഈ 2fൻ്റെയും എഫിൻ്റെയും ഇടയിലായിരിക്കും. എവിടെയാണ്? 2fൻ്റെയും എഫിൻ്റെയും ഇടയിലായിരിക്കും നമ്മൾ ആരെ കൊണ്ട് വയ്ക്കേണ്ടത്? ലെൻസിനെ കൊണ്ടുവന്ന് ഒബ്ജക്റ്റിനെ എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് 2fൻ്റെ എഫിൻ്റെ ഇടയിൽ വയ്ക്കുന്നത്? കാരണം നമുക്കറിയാം, ഒരു റേ ഓഫ് ലൈറ്റ് വരും, അതെന്ത് ചെയ്യും? തട്ടിപ്പോകും. ഇതുവഴി പോകും, ഫോക്കസിൽ കൂടെ പോകും. മറ്റ് ഒന്നെന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, ഈ പറയുന്ന ഇതുവഴി പോകും, ഒബ്ജക്റ്റീവ് കൂടെ പോകും. രണ്ടും കൂടെ ഒന്ന് എന്ത് ചെയ്യും? ഇവിടെ മീറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ദാ ഇങ്ങനെ ഒരു ഇമേജ് കിട്ടും. ഇങ്ങനെ എന്തിനെ കിട്ടും? ഒരു ഇമേജ് ഇവിടെ കിട്ടും. നമുക്കിത് I1 എന്ന് വിളിക്കാം. എന്തോന്ന് വിളിക്കാം? I1 എന്ന് വിളിക്കാം. I1 ഫസ്റ്റ് ഇമേജ് കിട്ടും. അപ്പോൾ ഓക്കെ, ഇത്രയും ഓക്കെയാണ്. നമുക്ക് ഈ പറയുന്ന 2fൻ്റെ ബിയോണ്ട് ആയിട്ടായിരിക്കും നമുക്ക് എന്തിനെ കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. നമ്മൾ ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിച്ചു. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ പറ്റിയാണ് പഠിക്കുന്നത്. വളരെ ചെറിയ ഒബ്ജക്റ്റിൻ്റെ ഇമേജാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ എത്ര ലെൻസ് ഉപയോഗിക്കും എന്ന് പറഞ്ഞു? 2 ലെൻസ് ഉപയോഗിക്കും. അതിൽ ഒന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും. അതുകൊണ്ടായിരുന്നു നമ്മൾ എന്ത് വിളിക്കും? ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കും. അടുത്ത രണ്ടാമത്തെ ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനടുത്ത് നമ്മളിങ്ങനെ കൊണ്ടുവയ്ക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? കണ്ണിനടുത്തുള്ളതുകൊണ്ട് ഐ പീസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഐ പീസ് എന്ന് വിളിക്കും. അതാണ് രണ്ടാമത്തെ ലെൻസ്. അപ്പോൾ രണ്ടാമത്തെ ലെൻസിൻ്റെ പേരാണ് എന്ത്? ഐ പീസ്. കണ്ണിനടുത്തായിട്ട് കൊണ്ടുവയ്ക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ഐ പീസ് എന്ന് വിളിക്കും. ഈ ഐ പീസ് എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് വലിയ ലെൻസ് ആയിരിക്കും. ഐ പീസ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? കുറച്ച് വലിയ ഒരു ലെൻസ് ആയിരിക്കും. രണ്ടും എന്ത് തന്നെയാണ്? കോൺവെക്സ് തന്നെയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഐ പീസ് എന്ന് പറയും. ഈ ഐ പീസ് കുറച്ച് വലിയ ലെൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അത്യാവശ്യം വലുതായിരിക്കും. അതായത് നമ്മുടെ ഈ ഫസ്റ്റ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ഈ പറയുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനകത്തായിരിക്കും ഈ ഇമേജ് വരുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ, ഫസ്റ്റ് ലെൻസിൻ്റെ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ലല്ലോ.
നമ്മളെപ്പോഴും 2Fനും Fനും ഇടയിൽ വയ്ക്കും. എന്തുകൊണ്ട് 2Fനും Fനും ഇടയിൽ വയ്ക്കുന്നത്? അപ്പോൾ നമുക്ക് ബിയോണ്ട് 2F ഒരു ഇമേജ് കിട്ടും. ആ ഇമേജ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിരിക്കും അല്ലേ. ഒരു കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ച് നമുക്ക് എൻലാർജ്ഡ് ഇമേജ് എപ്പോഴാണ് കിട്ടിയത്? നമ്മൾ ഇൻഫിനിറ്റി വെച്ചപ്പോൾ കിട്ടിയോ? ഇല്ല. ബിയോണ്ട് 2F വെച്ചപ്പോൾ കിട്ടിയോ? ഇല്ല. അറ്റ് 2F വെച്ചപ്പോൾ കിട്ടിയോ? ഇല്ല. സെയിം സൈസാണ് കിട്ടിയത്. പക്ഷേ ബിറ്റ്വീൻ 2F ആൻഡ് F വെച്ചപ്പോഴാണ് നമുക്കൊരു എൻലാർജ്ഡ് ഇമേജ് കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ എൻലാർജ്ഡ് ആണല്ലോ ആവശ്യം. അതുകൊണ്ട് നമ്മൾ 2Fനും Fനും ഇടയിലായിട്ട് ഫസ്റ്റ് ലെൻസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെൻസിനെ വെച്ചു. അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിനെ വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഇമേജ് കിട്ടി. ഈ ഇമേജിനെ എപ്പോഴും നമ്മൾ അറേഞ്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് എപ്പോഴും ഈ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനകത്തായിരിക്കും. അതായത് ഈ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇപ്പോഴത്തെ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒന്നാമത്തെ ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജാണ് രണ്ടാമത്തെ ലെൻസിൻ്റെ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ, ഈ പറയുന്ന ലെൻസ് ഇതിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരും. അതെന്ത് ചെയ്യും? അത് നേരെ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ കൂടെ പോകും. അടുത്ത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ഓ ഉണ്ടല്ലോ, അതുവഴി എന്ത് ചെയ്യും? അടുത്ത റേ ഓഫ് ലൈറ്റ് പോകും. അടുത്ത റേ ഓഫ് ലൈറ്റ് എങ്ങനെ പോകും? ഈ പറയുന്ന ഓയിലോട്ട് പോകും. എങ്ങോട്ട് പോകും? ഈ പറയുന്ന ഓയിലോട്ട് പോകും. അപ്പോൾ എന്താ പറ്റുന്നത്? ഇങ്ങനെ ഇങ്ങനെ പോകും. അപ്പോൾ രണ്ടും എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടും ഡൈവേർജിങ് റൈസ് ആയിരിക്കും. എന്തായിരിക്കും? ഡൈവേർജിങ് റൈസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഡൈവേർജിങ് റൈസ്? ആലോചിച്ച് നോക്കടാ. ബിറ്റ്വീൻ F ആൻഡ് O എന്ന് പറയുന്ന ഇമേജ് കേസ് നമ്മൾ വരച്ച് പഠിച്ചതാണ്. അപ്പോൾ ഇമേജ് ഉണ്ടാകുന്ന റേ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകും. അതിപ്പോൾ തലകുത്തനെ പോയിന്നേ ഉള്ളൂ. ഇതെങ്ങനെയാണ് പോകുന്നത്? ഡൈവേർജ് ചെയ്ത് പോകും. ഡൈവേർജ് ചെയ്യുന്ന പോകുന്ന റൈസ് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുമോ ലോകത്തിൽ? ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല. ഇവിടെ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. ഞാൻ ഈ കൈ വെച്ച് ഫ്രീ ഹാൻഡ് വരയ്ക്കുന്നുണ്ടായി പ്രശ്നം. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും. ഇങ്ങനെ പോകും, ഡൈവേർജ് ചെയ്ത് പോകും. മീറ്റ് ചെയ്യുമോ എവിടെയെങ്കിലും? ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ എന്താ നടക്കുന്നത്? അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ഇവിടെയാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ എന്തിരിക്കുന്നത്? കണ്ണിരിക്കുന്നത്. അപ്പോൾ കണ്ണ് നോക്കുമ്പോൾ എന്ത് തോന്നും? കണ്ണിന് തോന്നും ഈ പറയുന്നത് എവിടെ ഇരിക്കുകയാണ്? ഇവിടെ ആയിട്ട് അല്ലേ. നമുക്ക് ഇവിടെ ആയിട്ട് എന്ത് കിട്ടും? ഈ പറയുന്ന ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു വലിയ ഇമേജ് കിട്ടും. എന്ത് കിട്ടും? ഒരു വലിയ ഇമേജ് ഇങ്ങനെ തലകുത്തനെ കിട്ടും. എന്ത് കിട്ടും? ഇവിടെ നമുക്കൊരു ഇമേജ് കിട്ടും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒബ്ജക്റ്റിൻ്റെ വലിപ്പം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടുന്ന ഇമേജ് ആണെങ്കിലോ ഇത്രയും വലുതാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ എൻലാർജ് ചെയ്യപ്പെട്ട ഒരു ഇമേജ് നമുക്ക് എവിടെ കിട്ടി? നമ്മുടെ കണ്ണിൽ കാണാനായിട്ട് പറ്റി. ഇതാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. സംഭവം ഒന്നുമില്ല, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇതാണ് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ ആക്സിസിനകത്ത് നമ്മൾ എന്ത് വെച്ചു? ഒരു കുഞ്ഞു ലെൻസിനെ കൊണ്ടുവന്ന് വെച്ചു. ആ വച്ച കുഞ്ഞു ലെൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആരുടെ അടുത്തായിരിക്കും? ഇത് F ആണെങ്കിൽ ഇവിടെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 2F. ഈ Fൻ്റെയും 2Fൻ്റെ ഇടയിലായിരിക്കും ആരിയ്ക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ലെൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഒബ്ജക്റ്റീവ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ ഒബ്ജക്റ്റീവിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് എന്ത് പറ്റും? നേരെ വന്ന് തട്ടും. ഇത് പോകും. ഇതാണ് ഫോക്കസ് എന്ന് വിചാരിക്കുക, ഇതാണ് 2F എന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യും? നേരെ ഫോക്കസിൽ കൂടെ പോകും. രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ് ഈ പറയുന്ന ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകും. രണ്ടും ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫസ്റ്റ് ഇമേജ് കിട്ടുന്നത്. ഞാനതിന് I1 എന്ന് വിളിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഓക്കെ ആയി. പക്ഷേ നമുക്കറിയാം രണ്ട് ലെൻസ് വേണം, വലുതായിട്ട് കാണാനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ആയിട്ട് ഒരു വലിയ ലെൻസ് കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ലെൻസിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ കണ്ണ് വെച്ച് വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ എന്ത് വിളിച്ചു? കണ്ണിൻ്റെ അടുത്തുള്ള പീസ് ഐ പീസ് എന്ന് വിളിച്ചു. ഈ ഐ പീസ് എന്ന് പറയുന്നത് വലിയ ലെൻസാണ്. കാരണം ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം വരെ ഉണ്ടാവും. അതായത് നമ്മുടെ ഫസ്റ്റ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനകത്തായിരിക്കും വരുന്നത്. അങ്ങനെ ഇവിടെ കിട്ടിയ ഇമേജ്. ഇനി ഈ ഇമേജ് എന്ന് പറയുന്നത് ഈ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ആരെ പോലെ ആക്ട് ചെയ്യും? ഒബ്ജക്റ്റിനെ പോലെ ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് വരുന്നു. ആ റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? ഇവിടുത്തെ ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഇവിടോട്ട് ഫോക്കസ് വരച്ചു. അടുത്ത റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകും. രണ്ടും എന്താണ്? ഡൈവേർജിങ് റൈസ് ആണ്. ഇവിടെയാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്. അപ്പോൾ കണ്ണിൽ എന്ത് പറ്റും? ഡൈവേർജ് ചെയ്യുന്ന റൈസ് ലെൻസിനകത്ത് ഇമേജ് ഉണ്ടാവും അല്ലേ, വെർച്വൽ ഇമേജ് ഉണ്ടാവും. ആ വെർച്വൽ ഇമേജ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? റൈസിന് ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആയിട്ട് ഒരു വലിയ ഇമേജ് കിട്ടും. ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു എൻലാർജ്ഡ് ഇമേജ് കിട്ടും. ഈ ഇമേജ് എന്താ? ഇതൊരു വെർച്വൽ ഇമേജ് ആണ്. വെർച്വൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ തലകുത്തനല്ലേ ഇരിക്കുന്നതെന്ന്. അല്ല, നമുക്കിത് വരയ്ക്കുമ്പോൾ തലകുത്തനെയാണ്. പക്ഷേ ഇതിൽ ലെൻസിനകത്ത് ഈ മൈക്രോസ്കോപ്പിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന അനുസരിച്ച് നമ്മളതിനെ എങ്ങനെ തന്നെ കാണും? നേരെ തന്നെ കാണും. ഓക്കെ, ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഇത് ഇപ്പം നമ്മൾ നേരെയാണ് വരച്ചേക്കുന്നതെങ്കിലും ഉപകരണം ഇരിക്കുന്നതാണല്ലോ. ഇങ്ങനെയാണ് എന്തിരിക്കുന്നത്? ഈ പറയുന്ന ഡിവൈസ്
ഇരിക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഐ പീസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ കണ്ണ് വെച്ച് താഴോട്ടാണ് നോക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ആര് വയ്ക്കുന്നത്, ഒബ്ജക്റ്റിനെ വയ്ക്കുന്നത്. ഇവിടെയാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ലെൻസ് ഈ ഒബ്ജക്റ്റിനോട് ചേർന്നിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ച് നമ്മളിവിടെ കാണുന്ന ഒബ്ജക്റ്റ് എന്തായിരിക്കും, ഇറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും. വെർച്വലും ഇറക്റ്റുമായിട്ടുള്ള, പിന്നെ മാത്രം എന്താണ്, ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്കിവിടെ കിട്ടും. ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ കണ്ടാൽ ഇതൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണെന്ന് മനസ്സിലാക്കാനുള്ള വിവരമെങ്കിലും നിങ്ങൾ മിനിമം എന്ത് ചെയ്യണം, ഉണ്ടാക്കി എടുക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണ്, ഒബ്ജക്റ്റീവും ഐ പീസും. ഇതാണ് ഒബ്ജക്റ്റീവ്, ഇതാണ് ഐ പീസ് എന്ന് പറയുന്നത്. സംഭവം ഞാൻ പറഞ്ഞത് കണ്ടോ, ഇതാണ് ഒബ്ജക്റ്റ്. വരുന്ന റേ ഓഫ് ലൈറ്റ് വന്ന് കൂടിച്ചേരുന്നു, എന്ത് ചെയ്യുന്നു, ഇവിടെ ഫസ്റ്റ് ഇമേജ് ഉണ്ടാക്കുന്നു. ഈ ഇമേജിൽ നിന്ന് വരുന്ന റേസ് വരുന്നു, തട്ടിപ്പോകുന്നു, നേരെ പോകുന്നു, ഡൈവേർജിങ്. സോ അതിനെ പിറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇവിടെ ആയിട്ടൊരു വലിയ ഇമേജ് കിട്ടുന്നു. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ലെൻസ് പ്ലേസ്ഡ് ക്ലോസ് ടു ദ ഒബ്ജക്റ്റ്. ഐ പീസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഓക്കെ, ഐ പീസ് ഈസ് ദ ലെൻസ് ത്രൂ വിച്ച് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റ് ലെൻസ് ഈസ് ഒബ്സർവ്ഡ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ആയിരിക്കും, അല്ലെ, ഈ പറയുന്നതിനേക്കാളും കൂടിയ, ഒബ്ജക്റ്റീവിനേക്കാളും കൂടിയ ഫോക്കൽ ലെങ്ത് ആയിരിക്കും ഐ പീസിന് ഉണ്ടാകുന്നത്. എങ്ങനെ ഇമേജ് ഫോം ചെയ്യും, ഒബ്ജക്റ്റിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും, എഫിനും 2Fനും ഇടയിലായിട്ട് പ്ലേസ് ചെയ്യും. ആരുടെ, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ. മനസ്സിലായല്ലോ, ഒബ്ജക്റ്റീവ് ലെൻസ്, കുട്ടി ലെൻസ്, അതിൻ്റെ എഫിനും 2Fനും ഇടയിലായിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ വയ്ക്കും. ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം എ റിയൽ ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ്. ഇത് കാരണം എന്ത് ഫോം ചെയ്യും, ഒരു റിയലും ഇൻവേർട്ടഡും മാഗ്നിഫൈഡും ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യും. അടുത്ത്, ദിസ് ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് 2F ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. അല്ലെ, ഇതിൻ്റെ 2Fന് ബിയോണ്ട് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ദ റിയൽ ഇമേജ് ആക്ട് ആസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ ഐ പീസ് ലെൻസ്. ഈ പറയുന്ന ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന വലിയ ഐ പീസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് ദ ഫോക്കസ് ഓഫ് ദ ഐ പീസ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ലെൻസ് ഉണ്ടല്ലോ, ഒബ്ജക്റ്റീവ് ലെൻസ്, ഇതുണ്ടാക്കുന്ന ഈ ഇമേജ് എന്ന് പറയുന്നത് ഐ പീസ് ലെൻസിൻ്റെ ഫോക്കസിനകത്തായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, ദ ഐ പീസ് ലെൻസ് ആക്ട് ആസ് എ മാഗ്നിഫൈയിങ് ഗ്ലാസ് ആൻഡ് ഫോംസ് എ വെർച്വൽ മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇത് എന്ത് ചെയ്യും, വരുന്ന റേസിനെ ഡൈവേർജ് ചെയ്യുമ്പോൾ ബാക്കിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു വലിയ വലിയ ഇറക്റ്റും മാഗ്നിഫൈഡ് ആയ ഇമേജ് ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് ഒബ്സർവറിന് എന്ത് പറ്റും, ഒരു വലിയ ഇമേജ് കിട്ടും. സെറ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഞാൻ എഴുതി നോട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ കിടക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം പറയുന്നുണ്ട്, നോക്കിയേ, ഇൻക്രീസിങ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ നോട്ട് ബി ബെനിഫിഷ്യൽ ടു ദ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കുട്ടി ലെൻസ് ഉണ്ടല്ലോ ആദ്യം വയ്ക്കുന്നത്, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂട്ടിയത് കൊണ്ട് ഒബ്ജക്റ്റിൻ്റെ വലിയ ഇമേജ് നമുക്ക് കിട്ടത്തില്ലെന്നാണ്. കാരണം ശരിയാണ്. കാരണം എന്താണ്, ഇവിടെ ഈ പറയുന്ന ഇവിടെ ഈ പറയുന്ന എഫിനും 2Fനും ഇടയിലായിരിക്കണം ഒബ്ജക്റ്റ് കിട്ടേണ്ടത്. ഈ ഫോക്കൽ ലെങ്ത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇവിടെ നമ്മൾ ഇതിങ്ങോട്ട് മാറ്റുന്നതോടെ എന്ത് പറ്റും, ഒബ്ജക്റ്റ് വീണ്ടും ദൂരോട്ട് പോകും. ഒബ്ജക്റ്റ് വീണ്ടും ദൂരോട്ട് പോകുമ്പോൾ ക്ലിയർ ആയിട്ടൊരു ഇമേജ് ഇവിടെ കിട്ടുമോ, ഇല്ല. നമുക്കിവിടെ കിട്ടുന്ന അത്രയും മാഗ്നിഫൈഡ് ആയ ഇമേജ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് വലിയ കാര്യമില്ല. ഇവിടെ ഉത്തരം തന്നെ എഴുതിയിട്ടുണ്ട്, ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ലോങ്ങർ, ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി സ്മോളർ. അല്ല, ഇമേജ് സൈസ് എന്തായിരിക്കും, സ്മോളർ ആയിരിക്കും. അതുകൊണ്ട് അവിടെ യൂസ് ഇല്ല. അതിൻ്റെ ഉത്തരവും ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഒരു കുട്ടി ലെൻസ് ഉണ്ട്, അതിൻ്റെ പേര് ഒബ്ജക്റ്റീവ്. അതിൻ്റെ എഫിനും 2Fനും ഇടയിലായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നത്. അവിടുന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും, വന്ന് മീറ്റ് ചെയ്ത് ഈ 2Fൻ്റെ ഇവിടെ ആയിട്ട് ഒരു വെർച്വലും ഇൻവേർട്ടഡും മാഗ്നിഫൈഡും ഇമേജ് ഉണ്ടാക്കും. ഇതിൻ്റെ അടുത്താണ് ഐ പീസ് ഇരിക്കുന്നത്. ഈ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കും. അതായത് എഫിനും ഓക്കും ഇടയിലാണ് ഈ പറയുന്ന ഒബ്ജക്റ്റ്. ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ആണെങ്കിലും സെക്കൻഡ് ലെൻസിന് ഇവൻ എന്തുപോലെ ആക്ട് ചെയ്യും, ഒബ്ജക്റ്റ് പോലെ ആക്ട് ചെയ്യും. അതായത് ഇവനിൽ നിന്ന് വരുന്ന റൈസ് വരും, ഫോക്കസിൽ കൂടെ പോകും, നേരെ പോകും, ഡൈവേർജ് ചെയ്യും, ബാക്കിലോട്ട് വരും, ഇവിടെ നമുക്കൊരു വലിയ ഇമേജ് കിട്ടും. സെറ്റ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. ടെലസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണാനാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്, ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയും എന്തുണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ രണ്ട് ലെൻസ് ഉണ്ട്. അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ല, ഇത് ടെലസ്കോപ്പ് ആണെന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവണം. കാരണം ശ്രദ്ധിച്ച് കാണാൻ പറ്റും, ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് വലുതും ഐ പീസ് എന്ന് പറയുന്നത് ചെറുതുമാണ്. ഇതാണ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള വ്യത്യാസം. മൈക്രോസ്കോപ്പ് ആണെങ്കിലോ നേരെ തിരിച്ച്, ഒബ്ജക്റ്റീവ് ചെറുതും ഐ പീസ് വലുതും. ടെലസ്കോപ്പ് ആകുമ്പോൾ ഒബ്ജക്റ്റീവ് വലുതും ഐ പീസ് ചെറുതും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക്
അടുത്തുള്ളതിനല്ല കാണേണ്ടത്, ദൂരെയുള്ളതിനെ കാണേണ്ടത്. അപ്പം നേരെ ഓപ്പോസിറ്റ്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇതാണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ദൂരെയുള്ള ഒബ്ജക്റ്റിനാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളൊരു ഒരു വലിയ എന്തിനു വയ്ക്കും, ലെൻസിനെ കൊണ്ടുവന്ന് വയ്ക്കും. നമുക്കറിയാം ദൂരെ നിന്ന് വരുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പാരലലായിരിക്കും. അതെന്തുകൊണ്ട് പാരലൽ വരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫ്രം ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പാരലൽ കാണിച്ചു. ഫോക്കസിൽ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ ഇമേജ് ഉണ്ടാവുന്നതും പാരലൽ റേസ് പോവും, അത് ദൂരെ ഉണ്ടാവും, നമ്മൾ അന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഈ റേസ് എന്ത് ചെയ്യും, നേരെ വന്ന് ഫോക്കസ് ചെയ്ത് ഇവിടെയായിട്ട് എന്തുണ്ടാവും, ഒരു ഇമേജ് ഉണ്ടാവും. എന്തുണ്ടാവും, ഒരു ഇമേജ് ഉണ്ടാവും. ഈ ഇമേജിൻ്റെ അടുത്തായിട്ടായിരിക്കും നമ്മൾ ആരെ വയ്ക്കുന്നത്, ഐ പീസിനെ വയ്ക്കുന്നത്. അപ്പോൾ ഐ പീസ് ഇവിടെ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത പോലെ തന്നെ നേരെ വരുന്നു പോകുന്നു. ഓക്കെ, എന്ത് വരുന്നു, നേരെ വരുന്നു പോകുന്നു. അടുത്തത് ഈ പറയുന്ന റേസ് വരുന്നു, എന്ത് ചെയ്യുന്നു, പോകുന്നു. രണ്ടും കൂടെ നമ്മൾ ഇവിടെ എന്തിരിക്കും, നമ്മുടെ കണ്ണിരിക്കും, ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും, ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈലി മാഗ്നിഫൈഡ് ആയിട്ട് ഇതാകണം, ലെൻസിന് ഇപ്പുറത്തായിട്ട്, ലെൻസിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഇമേജിനെ എന്ത് ചെയ്യും, കിട്ടും. ഇവിടെ എന്ത് കിട്ടും, ഒരു വലിയ ഇമേജിനെ കിട്ടും. അപ്പോൾ വലുതും ചെറുതും ആവുമ്പോൾ അത് ടെലസ്കോപ്പ് എന്നും, ചെറുതും വലുതുമാവുമ്പോൾ അത് മൈക്രോസ്കോപ്പ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഓർത്തോളണം. നമുക്ക് അത്രയും മതി, നമുക്കതിൻ്റെ വർക്കിംഗ് ഒന്നും കൂടുതൽ പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ എന്താ സംഭവം, ടെലസ്കോപ്പ് എന്തിനാണ്, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിലൊരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, പാരലായിട്ട് വരുന്ന റേസ് കണ്ടോ, പാരലായി വരുന്ന റേസിനെ എന്ത് ചെയ്യും, ദൂരെയുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ഫോക്കസ് ചെയ്ത് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യിപ്പിക്കും. ഐ പീസ് ലെൻസ് എന്ത് ചെയ്യും, അത് പ്രത്യേക രീതി പൊസിഷൻ ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റും, ഇത് കാരണം നമുക്ക് എന്ത് കിട്ടും, ഒരു ഇമേജ് കിട്ടും അല്ലെ. എന്ത് കിട്ടും, ഈ പറയുന്ന ഒരു ഇമേജ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇമേജ് കിട്ടും. ദ ഫൈനൽ ഇമേജ് ഒബ്സർവ്ഡ് ത്രൂ ദി ടെലസ്കോപ്പ് ഈസ് വെർച്വൽ, cannot be projected on a screen, മാഗ്നിഫൈഡ്, ഇൻവേർട്ടഡ് കമ്പയർ ടു ദ ഒറിജിനൽ ഒബ്ജക്റ്റ്. എന്തായിരിക്കും, മാഗ്നിഫൈഡും ഇറക്റ്റും ആയിരിക്കും. നേരത്തെ പോലെ ഇമേജ് ഫോർമേഷനകത്തൊന്നും ഇമേജിൻ്റെ പ്രോപ്പർട്ടീസിനകത്തൊന്നും മാറ്റമില്ല. ഒന്ന് വലിയ ലെൻസ്, ചെറിയ ലെൻസ്, ചെറിയ ലെൻസ്, വലിയ ലെൻസ്. ആ പോയിൻ്റാണ് നിങ്ങളുടെ തലയിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. പരീക്ഷയ്ക്ക് എപ്പോഴും ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, 10ാം ക്ലാസ് ലെവലിൽ വരുന്നത് എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി അങ്ങനെ അല്ല വന്നെങ്കിലും ഞാൻ വർക്കിംഗ് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് വെച്ച് എഴുതിക്കൊള്ളണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അത്രേ പറയുന്നുള്ളൂ. ആ പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇതൊക്കെ ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ് വെച്ച് ഈ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഡൗട്ട് വന്നാൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ആദ്യത്തെ വർക്കിംഗ് പഠിച്ച നിങ്ങൾക്ക് ഈ പറയുന്ന പോയിന്റ് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ലെൻസും ടെലസ്കോപ്പും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരൂല എന്നൊന്നും വിചാരിക്കരുത്. ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ചോദ്യം വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയുന്നത് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇതോടുകൂടി ഒരു ചാപ്റ്റർ തീരും. പിന്നെ ഇവിടെ ടെലസ്കോപ്പ് ഉണ്ടാക്കാനൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ സൗകര്യം പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി വരുന്നത് ലെറ്റ്സ് അസസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും കൊണ്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. 10 ചോദ്യമുണ്ട്. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.